ശ്രീമതി സെലിൻ വിൽഫ്രഡ് അറിയാതെ ഇദ്ദേഹം തനിയെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഞാൻ ആൻ്റണി രാജുവിന് എതിരെ മൊഴി കൊടുത്തു, എന്തുകൊണ്ട് അദ്ദേഹത്തെ സസ്പെക്റ്റ് ചെയ്തു? 2-3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ശ്രീ ആൻ്റണി രാജു എന്നോട് കോടതിയിൽ വെച്ച് പറഞ്ഞ കാര്യം, ഇതിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഈ ട്രയൽ കഴിയുന്നതോടെ പൊട്ടും, അതോടെ ഈ കേസ് ഷൂ എന്ന് പറഞ്ഞ് പോകും. ഈ കാര്യം. 2, ഇതിന് ശേഷം ഈ തൊണ്ടി രജിസ്റ്ററിൽ ഇത് ട്രയലിന് മുമ്പ് റിസീവ്ഡ് എന്ന് എഴുതി ഒപ്പിട്ട് ഡേറ്റും വെച്ച് ഒപ്പിട്ട് വാങ്ങുകയും ഉദ്ദേശം 4 മാസങ്ങൾക്ക് ശേഷം ഇത് തിരിച്ചു കൊണ്ടുപോയി റിട്ടേൺഡ് എന്ന് എഴുതി ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വാങ്ങുന്ന സമയം ഒരു അഭിഭാഷകനായ പ്രതിക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് നല്ല അറിവുണ്ടാവണം. അതാര് പറഞ്ഞിട്ട് ചെയ്താലും, ആരെങ്ങനെ പറഞ്ഞിട്ട് ചെയ്താലും അത് തെറ്റായ ഇതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിൽ ഈ 2 കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ കേസിലെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ലാതായി. അതേസമയം സെലിൻ വിൽഫ്രഡിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യം അതിലില്ലാത്തതുകൊണ്ട്, എന്തെങ്കിലും ഡോക്യുമെൻ്ററി എവിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്റ്റായിട്ട് എനിക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ ഇല്ലാത്ത സാഹചര്യത്തിൽ അത്രയും സീനിയറായിട്ട് അത്രയും പ്രായമുള്ള ഒരു ലേഡിയെക്കുറിച്ച് എനിക്ക് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് അവർക്കെതിരെ ശ്രീ ആൻ്റണി രാജുവിനെതിരെ റേസ് ചെയ്തതുപോലെ ഒരു സംശയം ഉണ്ടാകാത്ത നിലയിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഹിയർസേ വെച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു തോന്നൽ വെച്ചിട്ടോ അവർക്കെതിരെ ഞാനൊരു അഭിപ്രായം പറയുന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലീസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, പ്രത്യേകിച്ച് അവരുടെ പ്രായം, അവരുടെ സർവീസ്, അവർക്ക് എത്രയോ വർഷത്തെ കോർട്ടിലെ സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഡെഫിനറ്റായിട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റിൽ സംശയമുണ്ട്. കാര്യം പോലീസിന് വേണ്ടിയും പല കേസുകളും നടത്തിയിട്ട് ഒഫീഷ്യലായിട്ടൊക്കെ നടത്തിയിട്ടുള്ള പോലീസിൻ്റെ ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് ഓഫീസേഴ്സിന് വേണ്ടി ഹാജരായിട്ടുള്ള അങ്ങനെയൊക്കെ അടുത്ത് പെരുമാറിയിരുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് അവരെ ഒഴിവാക്കി കൊടുത്തതാണ് എന്നാണ് പണ്ട് മുതലേ ആളുകൾ സംസാരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സാറി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവർക്ക് എത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നാലും അതിനേക്കാളെല്ലാം അത് ഇൻവോൾവ്മെന്റ് രേഖാമൂലവും അല്ലാതെയും എല്ലാം ആന്റണി രാജുവിന് ഇതിലെ 2ാം പ്രതിക്ക് തന്നെ ഉണ്ട്. അതിന് തെളിവാണ് ഈ തൊണ്ട് രജിസ്റ്ററിലെ ഒപ്പുകളും പിന്നീട് താങ്കളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളും. തീർച്ചയായിട്ടും